ബന്ധപ്പെട്ട നിർണായകമായ വാർത്ത വരുന്നു. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ കണ്ടെത്തിയിരിക്കുന്നു. കുട്ടിയെ കണ്ടെത്തിയെന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ വരുന്നത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിൽ 37ഓളം മണിക്കൂറുകൾ നീണ്ടുനിന്ന തിരച്ചിലിനൊടുവിൽ ഇപ്പോൾ 13-കാരിയെ കണ്ടെത്തിയിരിക്കുന്നു. അതിഥി സംസ്ഥാന തൊഴിലാളികളുടെ മകളെ കാണാതായി. വ്യാപകമായ തിരച്ചിലായിരുന്നു നടന്നിരുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഏറ്റവും സുപ്രധാനമായ വിവരം വിശാഖപട്ടണത്ത് നിന്ന് ഇപ്പോൾ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വിശാഖപട്ടണത്തിൽ യാത്രക്കാരുടെ സഹായത്തോടു കൂടി പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. ട്രെയിനിൽ ആണ് പെൺകുട്ടി ഉണ്ടായിരുന്നത്. ഈ ഫോട്ടോ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്ന് ട്രെയിനിലുണ്ടായിരുന്ന മലയാളികളുടെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. പെൺകുട്ടി ട്രെയിനിൽ ഇരിക്കുന്ന ട്രെയിൻ കമഴ്ന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ പെൺകുട്ടി സംശയം തോന്നിയവരാണ് ആദ്യം പേര് ചോദിച്ചു, പേര് പറയാൻ മടിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായ വിവരം പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വിശാഖപട്ടണത്താണ് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും എന്തായാലും ഈ മണിക്കൂറുകൾ നീണ്ട 36 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും 36 മണിക്കൂറുകൾക്ക് ശേഷം പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ട്രെയിനിൽ തന്നെയാണ്, അതായത് ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും നിർണായകമായ വിവരം യാത്രക്കാരുടെ കൂടി സഹായത്തോടു കൂടി പെൺകുട്ടി വിശാഖപട്ടണത്ത് കണ്ടെത്തിയിരിക്കുന്നു. ഇനി പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. തുടർന്ന് ഇനി എങ്ങനെയാണ് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത് എടുക്കേണ്ട തീരുമാനം. അക്കാര്യങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറുടെ അടക്കം നേതൃത്വത്തിൽ തീരുമാനിക്കേണ്ടതാണ്. അക്കാര്യങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പെൺകുട്ടി ഇപ്പോൾ സുരക്ഷിതയാണ്. പെൺകുട്ടിയെ മലയാളികൾ കൂടി ഉൾപ്പെടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. യാത്രക്കാരായ മലയാളികളുണ്ടായിരുന്നു, മലയാളികൾ കൂടിയാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും നിർണായകമായ വിവരം പെൺകുട്ടിയെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ഏറ്റവും ആശ്വാസകരമായി ഈ നിമിഷം പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത. മണിക്കൂറുകൾ, അതായത് ഇന്നലെ ഏകദേശം 9:30 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പെൺകുട്ടിയെ മണിക്കൂറുകൾക്ക് ശേഷം കന്യാകുമാരിയിലെല്ലാം ഇന്ന് പകലും രാത്രിയുമെല്ലാം ഏകദേശം ഇന്ന് വൈകിട്ട് 6 മണിയോട് കൂടിയാണ് പെൺകുട്ടി കന്യാകുമാരിയിൽ നിന്ന് പോയി എന്നുള്ള കാര്യത്തിൽ പോലും ഒരു സ്ഥിരീകരണം വരുന്നത്. എന്തായാലും അതിനെല്ലാം ശേഷം ഇപ്പോൾ ആ ഒരു സ്ഥിരീകരണത്തിലേക്ക് പെൺകുട്ടി യാത്ര തന്നെയായിരുന്നു. നമ്മൾ കരുതിയിരുന്ന പോലെ തന്നെയാണ്, പൂർണ്ണമായി യാത്രയിൽ തന്നെയായിരുന്നു. യാത്രകൾക്കൊടുവിൽ പെൺകുട്ടിയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പെൺകുട്ടിയെ യാത്രക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. അക്കാര്യം പോലീസിനെ അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഇനി പെൺകുട്ടിയെ നാട്ടിലേക്ക് എത്തിക്കണം, സുരക്ഷിതയായി എത്തിക്കണം. ഇനി ഈ ഒരു യാത്രയുടെ ബുദ്ധിമുട്ടുകളും വളരെ തുച്ഛമായ പണം മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ആ പണം വെച്ച് അമ്മയോടുള്ള ചെറിയൊരു പിണക്കത്തിൻ്റെ ഭാഗത്ത് നിന്ന് സ്വന്തം അമ്മയും മറ്റ് സഹോദരിമാരും ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു പിണങ്ങിപ്പോകുന്നൊരു സാഹചര്യം. 13 വയസ്സുള്ള പെൺകുട്ടി, ആ പെൺകുട്ടിയുടേതായ ഒരു ചാബല്യങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നും പൂർണ്ണമായി ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ അത്തരമൊരു ചാബല്യ ചിന്തയിൽ വീട് വിട്ടിറങ്ങുന്നു. ഇറങ്ങിയ ശേഷം തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ട്രെയിനിലേക്ക് കയറുന്നു. അവിടെ നിന്ന് അതേ ട്രെയിനിൽ തന്നെ ചെന്നൈക്ക് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും അടുത്ത ട്രെയിനിലേക്ക് പോകുന്നു. എന്തായാലും ഒടുവിൽ വിശാഖപട്ടണത്ത് നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും നിലവിൽ പെൺകുട്ടി സുരക്ഷിതയാണ്. അത്തരമൊരു ആശ്വാസമാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. പെൺകുട്ടി സുരക്ഷിതയാണ്. പെൺകുട്ടി മലയാളികൾ ട്രെയിനിലുണ്ടായിരുന്നു. മലയാളികളുടെ കൂടി സഹായത്തോടു കൂടി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ട്രെയിനിൽ സീറ്റിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ആദ്യം സഹയാത്രികർക്ക് ഒരു സംശയം തോന്നി. അതിനുശേഷം കുറച്ച് സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് കൂടുതൽ സംസാരിച്ചപ്പോഴാണ് പേരടക്കം പറയുകയും ചെയ്തത്. എന്തായാലും ഈ ഒരു അറിയിപ്പ് പോലീസിന് ലഭിച്ചിരിക്കുന്നു. പോലീസിന് ഇക്കാര്യത്തിൽ ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു.